വള സ്പോൺസർ ഒരാളോടാ പാക്ക് ചെയ്ത് പോവാൻ നിൽക്കണം ഗൈസ്. വളകാപ്പ് അയക്കണം നമ്മ അറിയുന്ന. വളകാപ്പ് എന്താ അറിയാം? എനിക്കറിയാം. നല്ല മുത്താറി പുട്ടും കടലക്കറി. ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് അല്ലേ? അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മള് ഇന്നൊരു ചെക്കപ്പിന് പോവാ. ഈബന്റെ ചെക്കപ്പിന്. ഇവരൊന്ന് മൊത്തത്തിൽ ചെക്കപ്പ് ചെയ്യാൻ വിചാരിച്ചു. മൊത്തം കുറേ ഒന്നുമില്ല, ആകെ കുറച്ച്. അത് 2-3 ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ അത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വരല്ലേ? എനിക്ക് ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട്. ഓളം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് ഒറ്റക്ക് ഞാൻ ചെയ്യേണ്ട പറഞ്ഞിട്ട് ഇന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. പിന്നെ ഓളം എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ അതൊക്കെ ഇന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. ആകെ ഒരു ഷുഗറും കൊളസ്ട്രോളും ഘടിപ്പിച്ചിട്ടുള്ളു. പിന്നെ നോക്കണ്ടേ? എനിക്ക് ടെസ്റ്റ് ഇഷ്ടമില്ല, എന്നാലും ഇന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ച്. പിന്നെ ചാമ്പി കഴിച്ചില്ല. ചാമ്പി എനിക്ക് ഷുഗർ ആണെങ്കിൽ നിങ്ങളെങ്ങനെ സ്വീറ്റ്സ് എടുക്കണ്ട. അവിടുന്ന് ബില്ലടിക്കാൻ പറയുമ്പോ എന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഉണ്ട് ഞങ്ങൾക്ക് വേണം, എന്നാലും എനിക്ക് സമാധാനമാവുള്ളതാണ് എന്നെ കൂടി ജീവിച്ച്. ഇനി നമുക്ക് 1.5 മണിക്കൂർ വേണ്ട അല്ലേ? ഇനി 1.5 മണിക്കൂറായിട്ട് ഇതിന്റെ ഫുഡ് കഴിച്ചിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ പറയാ, നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ച് 1.5 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയില്ല. നല്ല മുത്താറി പുട്ടും കടലക്കറി. പത്തിരി ഉണ്ട്, പക്ഷെ മുത്താരി പുട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അല്ലേ? നല്ല ഹെൽത്തി മുത്താരി പുട്ട്. ആഷിക്കാക്ക് പത്തിരി. ആഷിക്ക് മുത്താരി പുട്ട് ചേരുന്നില്ല ഇന്റെതാ പറഞ്ഞിട്ട്. അപ്പൊ ഇനി 1 മണിക്കൂറായില്ല. അപ്പൊ കറക്റ്റ് 1/2 മണിക്കൂറായില്ലേ? നമ്മളെ കാലിപ്പോൾ ഓരോ പരീക്ഷണം നടത്തുന്നില്ല ഗൈസ്. നല്ല ക്യൂട്ട് സൺഫ്ലവർ ഉണ്ടോ? നല്ല സ്ട്രെസ് റിലീഫ് എന്നൊക്കെ പറഞ്ഞ് കണ്ടതാണ് ഓൺലൈനിൽ. അത് കണ്ടിട്ട് വായിച്ചതാ. അത് ഫിറ്റ് ചെയ്യാൻ തിരക്കില്ല. നല്ല രസമല്ല ഇങ്ങനെ ഇടുമ്പോ കാണാൻ. കോൺസെൻട്രേഷൻ വേണം. അതെ, ആകെ സ്റ്റിക്കർ കുറച്ചോളൂല്ലേ. ഞാൻ ഒട്ടിച്ചാൽ ശരിയാവരെന്നാണ്ട് എനിക്ക് ഒട്ടിക്കാനുള്ള അവസരം പോലും തരുന്നില്ല. കണ്ടോ? അങ്ങനെയല്ലേ ചില കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. റെഡിയായില്ലേ? നല്ല സെറ്റാ, പൊസിഷൻ സെറ്റാ. നല്ല ഭംഗിയില്ലേ കാണാൻ? നിങ്ങൾ അഭിപ്രായം പറയും, കമന്റ് ഇടണേ. രസമുണ്ടോ ഇല്ലെന്നല്ല. ഒന്നുകൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മളെ ഫുൾ പരിപാടി കഴിഞ്ഞു ഗൈസ്. അങ്ങനെ അവസാനം നമ്മൾ എന്താ പറയാ, ഫുള്ള് കഴിഞ്ഞിരിക്കുന്നില്ല ഇവ. നല്ല രസമുണ്ടായി കാണാന്. താഴത്തുള്ളതും കറങ്ങും. അതേമാതിരി സ്പ്രിങ് ആയി ഇങ്ങനെ വണ്ടിയെ പോകുമ്പോൾ നല്ല രസമാണ്. സ്ട്രെസ് റിലീഫാ ഗൈസ്. നമുക്ക് നോക്കാമല്ലോ റിലീഫ് ആവില്ല. ഇത് ഇവന്റെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ പ്രോട്ടീൻ ഫുഡ് അല്ലത്? ഉണ്ടാ പ്രോട്ടീൻ ഉണ്ടല്ലേ? എന്തൊക്കെയാണ് ഉള്ളതില്? കടല, കടല, അണ്ടിപ്പരിപ്പ്, ബദാം, കാരക്ക, അവില്, അങ്ങനെ എല്ലാ, പിന്നെ എള്ള് അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി കൂട്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ബാറ. എന്താ ഉണ്ടാക്കാം? കട്ട്ലേറ്റ്. നാളെ കട്ട്ലേറ്റിന്റെ ഫേവറേറ്റാ അല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ്. എവിടെ പോയാലും ഞാൻ വാങ്ങിച്ചു കഴിക്കുക കട്ട്ലേറ്റാ. അതേമാതിരി എപ്പോഴും ഉണ്ടാക്കി തിന്നതും കട്ട്ലേറ്റാ. കട്ട്ലേറ്റ് വേഗം പണി കഴിയുന്ന മാതിരിയാ. നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ റെഡി പൊരിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിത്ത് സോസ്. ആശികത കഴിക്കാൻ പോകുന്ന അങ്ങനെ നമ്മളെ പെട്ടിക്ക് പാക്ക് ചെയ്ത് പോവാൻ നിൽക്കാണ് ഗൈസ്. ട്രിപ്പ് പോവാണ് ഗൈസ്. എവിടെയൊക്കെ ട്രിപ്പ് പോവാ? അതൊക്കെ ഉണ്ട്, ഒരു സ്ഥലമാണ്. അതന്നെ, നമ്മളൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റായിട്ട് ബാഗിനെ പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഓളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കിട്ടിയ ബോർഡാട്ടോ. ഒരു പേജായിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുള്ളായി. നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച സാധനം കാണിച്ചു കേട്ടോ. കാർ റൺ ചെയ്യും പോലെ നല്ല ഭംഗിയുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇല്ലേ? അത്ര പൈസ ഇല്ല, പക്ഷെ നല്ല ലുക്ക് ഉണ്ട്. ഇങ്ങനെ ആഷിക അങ്ങോട്ട് നോക്കണ്ട, ആഷിക മുന്നോട്ട് നോക്കിയാൽ മതി. പക്ഷെ അമ്മക്ക് നല്ല രസം ഇങ്ങനെ ആടി കളിക്കുന്ന കാണുമ്പോ.
ഗൈസ് ഉച്ചക്ക് ഇറങ്ങുന്നു പറഞ്ഞ് വൈകുന്നേരം 7 മണിയായി ഗൈസ്. നയിക്കില്ല 6 സംതിങ് ആയിട്ടുള്ളൂ. 6 മണിയായില്ല. എന്താ പരിപാടി നമുക്ക് ഇനി? നമുക്കൊന്നിങ്ങനെ കറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പോവാ അല്ലേ? യെസ് ഗൈസ്, നമ്മൾ എന്തായാലും ഇറങ്ങിയല്ലോ, ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് പോവാൻ വിചാരിച്ചില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാ ലഗേജുകളൊക്കെ ആഷിക്കനെ കയറ്റി. ഇനിയിപ്പോ ഞാൻ വീട്ടിലെത്തുമ്പോ നോക്കും ബൈക്ക് അതുണ്ടാവില്ലത്, കാരണം ഞാൻ അറിയുന്നില്ല എന്തൊക്കെ കയറ്റുന്നത് എന്തൊക്കെ ഇറക്കുന്നത്. നമ്മള് എപ്പോഴും ഇവിടെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്തില്ലേ, വീട്ടിലെ സമയത്ത് എന്തെങ്കിലും 2 എടുക്കാൻ മറന്നു, ഞാൻ പിന്നെയും ഇങ്ങോട്ട് വരണം. ഇതുവരെ തെറ്റിയില്ല ഈ പ്രാവശ്യം. അതുകൊണ്ട് ഞാൻ എല്ലാം കെയർഫുൾ ആയിട്ട് നോക്കിയിട്ട് എടുത്ത്. എന്നിട്ട് പറയും എന്താ അറിയോ, എനിക്ക് വീണ്ടും വരാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ എനിക്ക് പറ്റില്ലല്ലോ. വേണമെങ്കിൽ ഇവിടെ കരുതിക്കുട്ടി ഒളിപ്പിക്കുകയും ചെയ്യും ഗൈസ്. നമ്മള് വീട്ടിലെത്തി, നമ്മുടെ ലഗേജ് ഒക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ രാത്രിയായി കണ്ടോ. പാവം ഗൈസ്, എല്ലാ സാധനങ്ങളും ഒറ്റക്ക് അപ്പൻഡിസൈറ്റ് എടുത്ത് കൊണ്ടുപോകുന്നത്. ഞാൻ ആ വേർഡ് യൂസ് ചെയ്ത് പാശിക്കാക്ക് ഭ്രാന്ത് പിടിക്കും കേൾക്കുമ്പോ. എന്റെ അപ്പൻഡിസ് പോട്ടെ. ഇതാരാ പാർത്ത് വെക്കുന്നത്? ഈ കാറിന് 2 കവറുണ്ട്. എന്ത് 2 കവറ്? കാറിന്റെ കവർ ഒരു കവറ് അല്ല, ഒന്ന് അതിന്റെ ഉള്ളിലുണ്ടല്ലോ. ഇതിന്റെ കവർ ഒന്നാക്കി ഇവിടെ ഒരാൾ പുറത്തു പോവാ ഗൈസ്. അതാർത്താ ഇന്നോസിന്റെ? എന്ത് ഇന്നോസിന്റെ വലിയ ബാഗും നോക്കിട്ട് പോകുന്നത്. നിങ്ങളെ കൈമ കൊള്ളുന്ന ബാഗ് ഇട്ടാ പോരെ? ബാഗിലോ? അമ്മച്ചിന്റെ വെറുതെ ഓ കിലോ മാക്സിമം 2 തേങ്ങടാ. ലണ്ടൻ ബാഗാ. ഇവിടെ ഒരാളെ ഡ്രോപ്പ് ചെയ്ത് തരാം ഗൈസ്. പോവാണ്, എവിടെയൊക്കെ പോവാ. ഞാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ പോവാ. ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഞാൻ വരാം. വളകാപ്പ് അയക്കണം നമ്മ അറിയുന്ന. വളകാപ്പ് എന്താ അറിയാം? എന്താ വളകാപ്പ് എനിക്കറിയില്ല, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഞാൻ ഇന്നോസം ചോദിച്ചത് എന്താണ് എന്താ എല്ലാരും വന്ന് വന്നിട്ട്. അപ്പൊ ആരൊക്കെ വിളിക്കും നമ്മള്? നമ്മളെ ആൾക്കാരെ ആണോ? ഇവിടെ എല്ലാവർക്കും വളകാപ്പ് അയക്കണം എന്നാണ് ഇവന്റെ. വളകാപ്പ് അയച്ചാളാ. നിങ്ങളെ കല്യാണ സാരി ഉണ്ടോ? കല്യാണ സാരി ഉണ്ടോ നിങ്ങളെ? മഞ്ഞ നിങ്ങളെ കല്യാണ സാരി ഉണ്ടോ? കല്യാണ സാരി സാരി ഉണ്ടോ കൊടുക്കാൻ? ആണോ? വളകാപ്പ് സെറ്റായി. ഉറപ്പാ? എന്റെ ടെൻഷൻ മാറി. വളകാപ്പിനുള്ള സാരി നിങ്ങളെ കല്യാണത്തിന് വളയം തന്നാണ്. പ്രശ്നം കഴിഞ്ഞില്ലേ? വള സ്പോൺസർ ഒരാളോടാ. വളം ജിലേബി വാങ്ങിച്ചു തരും. ആണോ? വരുന്ന ഫുഡ് അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം. സ്പോൺസേഴ്സിനെ കിട്ടി ഗൈസ്.